നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരു സാമ്പത്തിക ആശയം, പക്ഷേ അതിന് പിന്നിൽ അതിശയിപ്പിക്കുന്നൊരു ചരിത്രമുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. അതോ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലണ്ടിലെ 28 നെയ്ത്തുകാർ, പിന്നെ 100 കോടി ലിറ്റർ പാൽ, ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധം? കേൾക്കുമ്പോ ഒരു ബന്ധവുമില്ലെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഉണ്ട്. ഇവരെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ കാലം. ലോകം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ മാറ്റം എല്ലാവർക്കും ഒരുപോലെ നല്ലതായിരുന്നില്ല. അതായത്, ഒരു വശത്ത് വലിയ ഫാക്ടറികളും മെഷീനുകളും ഒക്കെ വരുമ്പോൾ മറുവശത്ത് സാധാരണ തൊഴിലാളികളുടെ ജീവിതം നരകതുല്യമായിരുന്നു. കുറഞ്ഞ ശമ്പളം, ദിവസം മുഴുവൻ നീളുന്ന ജോലി, കടുത്ത ചൂഷണം, പിന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും. ഇതിനൊരു പരിഹാരം അത്യാവശ്യമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒറ്റയ്ക്ക് നിന്നാൽ ഈ വലിയ സിസ്റ്റത്തോട് എങ്ങനെ പോരാടാൻ പറ്റും? സാധാരണക്കാരെന്തു ചെയ്യും? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ആശയം തന്നെ ജനിക്കുന്നത്. അവിടെയാണ് റോബർട്ട് ഓവൻ എന്നൊരാൾ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഐഡിയ വളരെ സിമ്പിളായിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ സ്വഭാവത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സമൂഹം ഉണ്ടാക്കണമെങ്കിൽ നല്ല ചുറ്റുപാടുകൾ വേണം. അതിനായി അദ്ദേഹം സഹകരണ ഗ്രാമങ്ങൾ എന്നൊരാശയം മുന്നോട്ട് വെച്ചു. അതായത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നൊരിടം. അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങൾ പൂർണ്ണമായി വിജയിച്ചില്ല, പക്ഷേ അതൊരു വലിയ മുന്നേറ്റത്തിനുള്ള തുടക്കമായിരുന്നു. അപ്പോ ഓവന്റെ ഐഡിയ കൊള്ളാമായിരുന്നു. പക്ഷേ അതൊരു തിയറി മാത്രമായിരുന്നു. അതിനെ എങ്ങനെ പ്രാവർത്തികമാക്കും? അതിനൊരു പ്രാക്ടിക്കൽ പ്ലാൻ വേണമായിരുന്നു. ഒരു ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയത് നമ്മുടെ കഥയിലെ യഥാർത്ഥ ഹീറോകളാണ്, റോച്ച്ഡെയിൽ പൈനിയേഴ്സ്. അപ്പോ ആരാണ് ഈ റോച്ച്ഡെയിൽ പൈനിയേഴ്സ്? 1844-ൽ ഇംഗ്ലണ്ടിലെ റോച്ച്ഡെയിൽ എന്ന സ്ഥലത്തുണ്ടായിരുന്ന 28 നെയ്ത്തുകാരുടെ ഒരു കൂട്ടമായിരുന്നു അത്. അവർ ഒരുമിച്ച് ചേർന്ന് ഒരു ചെറിയ കട തുടങ്ങി. പക്ഷേ അതൊരു വെറും കടയല്ലായിരുന്നു. അതായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ വിജയകരമായ സഹകരണ സംഘം. അവരൊരു കട തുടങ്ങുക മാത്രമല്ല ചെയ്തത്, എങ്ങനെ ഒരു സഹകരണ സംഘം വിജയകരമായി നടത്താമെന്നതിനൊരു ബ്ലൂ പ്രിന്റ് തന്നെ ഉണ്ടാക്കി. 7 തത്വങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും അംഗമാകാം, എല്ലാവർക്കും ഒരേ വോട്ടവകാശം, ലാഭം അംഗങ്ങൾക്ക് തന്നെ തിരികെ നൽകുക, സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുക, ഇങ്ങനെ പോകുന്നു ആ തത്വങ്ങൾ. ഈയൊരു ബ്ലൂ പ്രിന്റാണ് പിന്നീട് ലോകം മുഴുവനുമുള്ള സഹകരണ സംഘങ്ങളുടെ അടിസ്ഥാനമായി മാറിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഐഡിയ എത്ര പവർഫുള്ളായിരുന്നുവെന്ന്. ബ്രിട്ടനിൽ തുടങ്ങിയ ഈ ആശയം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവൻ പടർന്നു. ജർമ്മനിയിലെ കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടാനിത് സഹായിച്ചു. മറ്റ് രാജ്യങ്ങളിൽ ക്ഷീരകർഷകർക്ക് അവരുടെ പാലിന് നല്ല വില കിട്ടാനിത് വഴിയൊരുക്കി. അങ്ങനെ ഓരോ നാട്ടിലെയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഈ സഹകരണ മാതൃക മാറി. ശരി, അപ്പോൾ ഈ ആശയം എങ്ങനെയാണ് ഇന്ത്യയിലെത്തുന്നത്? യൂറോപ്പിലെ തൊഴിലാളികളുടെ അതേ അവസ്ഥയായിരുന്നു അന്ന് ഇന്ത്യയിലെ കർഷകർക്കും. അവരും കടുത്ത ചൂഷണം നേരിടുകയായിരുന്നു. പ്രശ്നം ഒരുപക്ഷെ വ്യത്യാസമുണ്ടായിരിക്കാം, പക്ഷെ അതിനുള്ള പരിഹാരം ഒന്നുതന്നെയായിരുന്നു: സഹകരണം. സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ അവസ്ഥ നമുക്കൊന്ന് ഓർത്തുനോക്കാം. ഒരു വശത്ത് പാവപ്പെട്ട കർഷകർ, മറുവശത്ത് കൊള്ളപ്പലിശക്കാരായ പണമിടപാടുകാർ. അവർ കർഷകരെ കടക്കെണിയിൽ കുടുക്കി അവരുടെ ഭൂമി തട്ടിയെടുത്തു. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ വലയമായിരുന്നു അത്. അതിൽ നിന്നൊരു മോചനമില്ലാത്ത അവസ്ഥ. ഈയൊരു സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ജർമ്മനിയിൽ വിജയിച്ച ആ സഹകരണ മാതൃക, അതായത് റൈഫേഴ്സൺ മോഡൽ, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 1904-ൽ സഹകരണ സംഘങ്ങൾക്കായി ഒരു നിയമം പാസാക്കി. ഇതോടെ ഇന്ത്യയിൽ ആയിരക്കണക്കിന് സഹകരണ വായ്പാ സംഘങ്ങൾ നിലവിൽ വന്നു. പക്ഷേ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിജയകഥ ഇതൊന്നുമല്ല. അത് വരുന്നത് ക്ഷീരമേഖലയിൽ നിന്നാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ആ പേര് അമുൽ. അതാണ് ഇന്ത്യയുടെ ധവള വിപ്ലവം. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഗുജറാത്തിലെ ഖേഡ ജില്ലയിലെ കർഷകർ ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ട് മടുത്തിരിക്കുകയായിരുന്നു. അവർ സഹായത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കൊടുത്ത ഉപദേശം വളരെ ലളിതമായിരുന്നു: നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹകരണ സംഘമുണ്ടാക്കുക, ഇടനിലക്കാരെ ഒഴിവാക്കി പാൽ നേരിട്ട് വിൽക്കുക. ഈയൊരു വാക്കിലാണ് അമുൽ എന്ന വിപ്ലവം ജനിക്കുന്നത്. അപ്പോ എന്താണ് ഈ അമുൽ മോഡലിന്റെ പ്രത്യേകത? വളരെ സിമ്പിളാണ്. ഇവിടെ ബോസ് കർഷകർ തന്നെയാണ്. സഹകരണ സംഘത്തിന്റെ ഉടമകൾ അവർ തന്നെ. തീരുമാനങ്ങൾ എടുക്കുന്നത് ജനാധിപത്യപരമായിട്ടാണ്. അതായത് ഒരാൾക്ക് ഒരു വോട്ട്. കിട്ടുന്ന ലാഭം മുഴുവൻ തിരികെ കർഷകർക്ക് തന്നെ. ത്രിഭുവൻദാസ് പട്ടേലിനെ പോലുള്ള സ്ഥാപകരുടെയും ഡോക്ടർ വർഗീസ് കുര്യനെ പോലുള്ള ശില്പികളുടെയും നേതൃത്വം കൂടിയായപ്പോൾ അമുൽ ഒരു ചരിത്രമായി മാറി. നമ്മൾ ഈ കഥ തുടങ്ങിയത് 28 നെയ്ത്തുകാരിൽ നിന്നാണ്, ഓർമ്മയില്ലേ?
ഇന്നാ കഥ എവിടെ എത്തി നിൽക്കുന്നുവെന്നറിയാമോ? 36 ലക്ഷം, അതെ 36 ലക്ഷം കർഷകരാണ് ഇന്ന് അമുലിന്റെ ഉടമകൾ. ഇതിൽ കൂടുതലായി സഹകരണത്തിന്റെ ശക്തിയെ എങ്ങനെയാണ് നമ്മൾക്ക് വിവരിക്കാൻ കഴിയുക? അമുലിന്റെ ഈ വിജയം രാജ്യത്ത് മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവന്നു. ഓപ്പറേഷൻ ഫ്ലഡ് അഥവാ ധവള വിപ്ലവം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ പാൽ ഉൽപ്പാദനം കുതിച്ചുയർന്നു. ഒരു കാലത്ത് പാലിന് ക്ഷാമം നേരിട്ടിരുന്ന നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപ്പാദകരായി മാറി. അവിശ്വസനീയമായൊരു മാറ്റമായിരുന്നു അത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ കടയിൽ പോയി ഒരു അമുൽ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് ലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷകരെയാണ്. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം നേരെ അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കഥയ്ക്കൊരു ഗംഭീര ചരിത്രമൊക്കെയുണ്ട്. പക്ഷേ ഇന്നെന്താണ് അവസ്ഥ? സഹകരണ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. പക്ഷെ അതിൻ്റേതായ വെല്ലുവിളികളും പുതിയ അവസരങ്ങളുമുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രാഷ്ട്രീയ ഇടപെടലാണ്. പിന്നെ അഴിമതി, കെടുകാര്യസ്ഥത, കാലത്തിനനുസരിച്ച് മാറാനുള്ളൊരു മടി, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ മറുവശത്ത് ഒരുപാട് അവസരങ്ങളുമുണ്ട്. പുതിയ ടെക്നോളജികൾ, പ്രത്യേകിച്ച് അഗ്രിടെക് ഇതിനെ ഒരുപാട് സഹായിക്കും. കൂടുതൽ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നല്ല സൂചനകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യാവസായിക വിപ്ലവകാലത്തെ ചൂഷണത്തിനൊരു മറുപടിയായി തുടങ്ങിയ ഒരു ചെറിയ ആശയം ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെയാണ് അത് മാറ്റിമറിച്ചത്. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: ലോകം മുഴുവൻ ഭീമൻ കോർപ്പറേഷനുകൾ നിയന്ത്രിക്കുന്ന ഈ കാലത്ത് പരസ്പരം സഹായിച്ചും ഒരുമിച്ച് തീരുമാനങ്ങളെടുത്തും മുന്നോട്ടു പോകുന്ന ഈ സഹകരണ മാതൃകയ്ക്ക് നമ്മുടെ ഭാവിയാകാൻ കഴിയുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?